ഹലോ നമസ്കാരം, എൻ്റെ പേര് അപർണയാണ്. ഇതെൻ്റെ ചാനലാണ് ടാരോ വാരിയർ മലയാളം. എല്ലാവർക്കും ഈ ചാനലിൽ വെൽക്കം. ഇന്ന് ഞാൻ സാജിറ്റേറിയസിന് വേണ്ടിയിട്ട്, സാജിറ്റേറിയസ് സൺ സൈൻ, മൂൺ സൈൻ, അസെൻഡൻറ്റ് സൈൻസിന് വേണ്ടിയിട്ട് ഫെബ്രുവരി മാസത്തിൻ്റെ മന്ത്ലി റീഡിംഗ് ആണ് ചെയ്യാൻ വന്നിരിക്കുന്നത്. ഇതൊരു ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് എല്ലാവർക്കും എല്ലാ മെസ്സേജസ് റെസൊനേറ്റ് ആവില്ല. റെസൊനേറ്റ് ആവണത് എടുക്കുക, റെസൊനേറ്റ് ആവാത്തത് ലെറ്റ് ഗോ ചെയ്യുക. നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്തില്ല വെച്ചാൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക വീഡിയോസിനെ, കമൻറ്റ് ചെയ്യുക വീഡിയോസിൽ. ഇത് ചെയ്യുമ്പോഴാണ് എനിക്ക് നിങ്ങളുടെ എനർജീനെ ടാപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. എനർജി ടാപ്പ് ചെയ്യുമ്പോഴാണ് ഫ്യൂച്ചർ വീഡിയോസ് നിങ്ങൾക്ക് കൂടുതൽ റെസൊനേറ്റ് ആവുക. അപ്പോൾ ഇത് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ്, ലൈക്ക്, കോമെൻറ്റ്. പേഴ്സണൽ റീഡിങ്സിന് വേണ്ടിയിട്ട് എന്നെ കോൺടാക്ട് ചെയ്യാൻ എൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ, കോൺടാക്ട് ഡീറ്റെയിൽസ് ഇപ്പോൾ സ്ക്രീനിലുണ്ട്, ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. പേഴ്സണൽ റീഡിങ്സ് പെയ്ഡ് റീഡിങ്സ് ആണ്. നിങ്ങൾ എന്നെ കോൺടാക്ട് ചെയ്യുമ്പോൾ ഞാൻ പേയ്മെൻറ്റ് ഡീറ്റെയിൽസും ഷെയർ ചെയ്യും. നിങ്ങൾക്ക് എൻ്റെ ചാനലിൻ്റെ മെമ്പർ ആവണം വെച്ചാൽ ആ ലിങ്കും ഡിസ്ക്രിപ്ഷനിലുണ്ട്. അപ്പോൾ ഇപ്പോൾ നമ്മൾക്ക് നിങ്ങളുടെ റീഡിങ്ങിലേക്ക് ചെല്ലാം. എന്താണ് നിങ്ങളുടെ ഫെബ്രുവരി മാസത്തിൻ്റെ മന്ത്ലി മെസ്സേജസ് നിങ്ങളുടെ റീഡിങ്ങിൽ കാണാം. അപ്പോൾ സാജിറ്റേറിയസ്, എന്താണ് നിങ്ങളുടെ ഓവറോൾ എനർജി? ഫെബ്രുവരി മാസത്തിൻ്റെ ഓവറോൾ എനർജി എന്താണെന്ന് നമ്മൾക്ക് നോക്കാം. ഫെബ്രുവരി മാസത്തിൻ്റെ ഓവറോൾ എനർജി സാജിറ്റേറിയസിന് വേണ്ടിയിട്ട് 2 ഓഫ് പെൻറ്റിക്കിൾസ് ആണ്. നിങ്ങളുടെ പാസ്റ്റിൻ്റെ എനർജി എന്താണ്? പാസ്റ്റിൽ ഞാൻ കാണുന്നത് ജസ്റ്റിസ്, കറണ്ട് എനർജിയിൽ 7 ഓഫ് wands, ഫ്യൂച്ചർ എനർജിയിൽ 2 ഓഫ് wands. അപ്പോൾ സാജിറ്റേറിയസ് 2 ഓഫ് പെൻറ്റിക്കിൾസ് ആണ് ഇവിടെ കാണുന്നത് നിങ്ങളുടെ ഓവറോൾ എനർജി ആയിട്ട്. ഇതൊരു ഇംബാലൻസിൻ്റെ എനർജിയാണ്. എന്തോ ഒരു ചോയ്സിൻ്റെ എനർജിയും ആവാം. 2 ഓപ്ഷൻസിൻ്റെ ഇടയ്ക്ക് ചോയ്സ് ചെയ്യേണ്ട എനർജി ആവാം. അതല്ല വെച്ചാൽ ഒരു ഇംബാലൻസ്, നിങ്ങൾ കുറേ ബിസിയാണ്. കരിയർ, ജോലി, പിന്നെ സോഷ്യൽ ലൈഫ്, പേഴ്സണൽ ലൈഫ് എല്ലാം കൂടിയും മാനേജ് ആവണില്ല, സമയമില്ല. അപ്പോൾ എന്താണ് ഇത്? 6 ഓഫ് കപ്സ്. അപ്പോൾ ഒരു പാസ്റ്റ് പേഴ്സൺ തിരിച്ചു വരുന്ന എനർജി കാണാണ്ട്. അപ്പം ഞാൻ പറഞ്ഞ മാതിരി നിങ്ങളുടെ ഇടയ്ക്ക് ചിലവർക്ക് ഇതൊരു ചോയ്സ് ആവാം. ഒരു പാസ്റ്റ് പേഴ്സൺ തിരിച്ചു വരുമ്പോൾ നിങ്ങൾക്ക് ഈ പേഴ്സണെ അക്സെപ്റ്റ് ചെയ്യണോ വേണ്ടേ? കുറേ ഒരു ഫിയറിൻ്റെ എനർജി ഉണ്ട്. എന്താ വെച്ചാൽ നിങ്ങൾ മുമ്പേയും ഈ പാസ്റ്റ് പേഴ്സൻ്റെ കൂടെ നിങ്ങളുടെയും ഈ പേഴ്സൻ്റെ ഇടയ്ക്ക് കാര്യങ്ങൾ അത്ര നല്ലതായിരുന്നില്ല. അതുകൊണ്ടാണല്ലോ ഈ പേഴ്സൺ ഒരു പാസ്റ്റ് പേഴ്സൺ ആയേ. എല്ലാം ശരിയായിരുന്നു വെച്ചാൽ ഈ പേഴ്സൺ എക്സ് ആവില്ല. ഇതൊരു പാസ്റ്റ് പേഴ്സൺ. എക്സ് എന്ന് പറഞ്ഞാൽ ഞാൻ ഒരു ലവ് റിലേഷൻഷിപ്പിൽ മാത്രമല്ല പറയണേ. ഇത് ഏതും പാസ്റ്റ് പേഴ്സൺ ആവും. ഒരു ഫ്രണ്ട് ആവാം. ഫ്രണ്ടിൻ്റെ കൂടെ വഴക്കുണ്ടായതുകൊണ്ട് നിങ്ങൾ ഇപ്പോൾ ടച്ചിലല്ല. ഫാമിലി മെമ്പർ ആവാം. അപ്പോൾ ഞാൻ കാണുന്നത് ഇവിടെ എന്തോ ഒരു ഫിയർ ഉണ്ട്. എന്താ വെച്ചാൽ നിങ്ങളുടെയും ഈ പേഴ്സൻ്റെ ഇടയ്ക്ക് റിലേഷൻഷിപ്പ് ഇതിൻ്റെ മുമ്പേ നല്ലതായിരുന്നില്ല. കുറേ ഇഷ്യൂസ് ഉണ്ടായിരുന്നു. നിങ്ങൾ കുറേ ഹേർട്ട് ആയിരിക്കണു. അപ്പോൾ ആദ്യം ഈ പേഴ്സൺ തിരിച്ചു വരുമ്പോൾ ഇതൊരു റിസ്ക് ആണല്ലോ. നിങ്ങൾ ഈ പേഴ്സണെ ആദ്യം ട്രസ്റ്റ് ചെയ്ത് ഇവരെ നിങ്ങളുടെ ലൈഫിൽ കൊണ്ടുവന്ന ആ സെയിം സിറ്റുവേഷൻ തിരിച്ചു വരുമോ എന്നൊരു പേടി മനസ്സിൽ. അപ്പോൾ പാസ്റ്റിൻ്റെ എനർജിയിൽ ഞാൻ കാണുമ്പോൾ നിങ്ങളുടെ എനർജിയിൽ ജസ്റ്റിസ് ആണ്. ജസ്റ്റിസ് ലീബ്ര എനർജിയാണ്. ഇവിടെ ജസ്റ്റിസ് ഒരു ഡിവോഴ്സിൻ്റെ എനർജി ആവാം, ഒരു ലീഗൽ സെപ്പറേഷൻ ആവാം, ഒരു ലീഗൽ സിറ്റുവേഷൻ ആവാം. അപ്പോൾ ഇവിടെ ഒരു മാരേജിൻ്റെ കാർഡും ആവാം ജസ്റ്റിസ്. ഇവിടെ എന്തോ ഒരു ഡിസെപ്ഷൻ്റെ എനർജി ഉണ്ട്. ഇപ്പോൾ ഇത് മാരേജ് അല്ല വെച്ചാൽ ഒരു ലീഗൽ സിറ്റുവേഷനിൽ ഏതോ ഒരു പേഴ്സൺ നിങ്ങളെ ചീറ്റ് ചെയ്തു. ഇത് ബിസിനസ്സിലും ആവാം, ജോലിയുടെ കാര്യത്തിലും ആവാം. അപ്പം നിങ്ങൾ കുറേ ബിട്രേഡായി ഫീൽ ചെയ്യണു പാസ്റ്റിൽ തന്നെ. അതുകൊണ്ടാണ് നിങ്ങളുടെ മനസ്സിൽ പേടി. ഈ പേഴ്സൺ തിരിച്ചു വരുമ്പോൾ ഒരു പേടിയുണ്ട്. എന്താ വെച്ചാൽ ഈ പേഴ്സൺ നിങ്ങൾ രണ്ടാളുടെയും ഇടയ്ക്ക് സിറ്റുവേഷൻ ഒത്തിരി ഒരു നെഗറ്റീവ് സിറ്റുവേഷൻ ആയിരുന്നു. നിങ്ങൾ ആ സിറ്റുവേഷന് മാറി നിന്നു, ആ സിറ്റുവേഷനെ വിട്ടുപോയി. ഞാൻ കാണുന്നത് ഒരു പുതിയ തുടക്കത്തിലേക്ക് നിങ്ങൾ പോയി, ഒരു പുതിയ ബിഗിനിങ്ങിലേക്ക് നിങ്ങൾ പോയി, പറഞ്ഞാൽ ആ ഡയറക്ഷനിലേക്ക് പോയി. ഇപ്പോൾ കറന്റ് സിറ്റുവേഷനിൽ 7 ഓഫ് wands, കുറേ ചാലഞ്ചസ് ഉണ്ട്. കറന്റ് സിറ്റുവേഷനിൽ ബ്ലോക്സ് ഉണ്ട്. എന്താണ് ഈ ചാലഞ്ച്? അപ്പോൾ 7 ഓഫ് പെൻറ്റിക്കിൾസ്, 7 ഓഫ് wands, ലവേഴ്സ്.
അപ്പോൾ ലവേഴ്സ് ഒരു ചോയ്സിൻ്റെ എനർജിയാണ്. ഞാൻ പറഞ്ഞ മാതിരി നിങ്ങളുടെ ഇടയ്ക്ക് ചിലവർക്കൊരു ചോയ്സ് എന്താ വെച്ചാൽ ഈ പാസ്റ്റ് പേഴ്സൺ ഇപ്പോൾ തിരിച്ചു കൊണ്ടുവരണോ, എന്താ വെച്ചാൽ കൊണ്ടുവരണോ പറഞ്ഞാൽ അവരെ അക്സെപ്റ്റ് ചെയ്യണോ, കൊണ്ടുവരല്ല ആക്സെപ്റ്റ് ചെയ്യണോ. എന്താ വെച്ചാൽ ഇവിടെ ഒരു ഹിസ്റ്ററി ഉണ്ട്, ആ പാസ്റ്റിൻ്റെ ഒരു റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു. നിങ്ങളുടെ ഇടയ്ക്ക് ചിലവർ ഓൾറെഡി മൂവ് ഓൺ ചെയ്തിരിക്കണോ, ഒരു പുതിയ പേഴ്സണെ മീറ്റ് ചെയ്തു, അപ്പോഴാണ് ഈ പാസ്റ്റ് പേഴ്സണും തിരിച്ചു വരണേ. അപ്പോൾ അതൊക്കെ ഉണ്ടായതുകൊണ്ട് അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾക്ക് അറിയില്ല, മനസ്സിലാവണില്ല എന്താ വേണ്ടതെന്ന്. 7 of Pentacles നിങ്ങൾ ആക്ച്വലി കുറേ സമയം വരെ ഈ പേഴ്സണിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരുന്നു. ലൈക്ക് അവരെ തിരിച്ചു വരും എന്ന് അങ്ങനെ ഒരു ഹോപ്പ് ഉണ്ടായിരുന്നു. പക്ഷെ അത് ഉണ്ടായില്ല. അപ്പോഴേക്കും നിങ്ങൾ മൂവ് ഓൺ ചെയ്തു. ഇപ്പോൾ എത്ര വെച്ചിട്ടാണ് നിങ്ങൾ വെയിറ്റ് ചെയ്യുക. നിങ്ങൾ മൂവ് ഓൺ ചെയ്യുമ്പോഴേക്കും ഞാൻ കാണുന്നത് എന്തോ ഒരു ചോയ്സിൻ്റെ എനർജി ഇവിടെ വരുന്നു. ലവേഴ്സ് ആൻഡ് 8 of Swords. ഇപ്പോൾ നിങ്ങൾ കുറേ കോൺഫ്ലിക്റ്റഡ് ആണ് ഫീൽ ചെയ്യണേ. എന്താ വെച്ചാൽ ഈ സിറ്റുവേഷനിൽ ഒരു ഡിസിഷൻ എടുക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒരു ഹെൽപ്ലെസ് ആയി ഫീൽ ചെയ്യണു. ഫ്യൂച്ചറിലും ഞാൻ കാണുന്നത് ഒരു തീരുമാനം ഉണ്ട് നിങ്ങൾക്ക് എടുക്കാൻ. 2 of Wands, 2 ആൾക്കാരുടെ ഇടയ്ക്ക് ഒരു ചോയ്സ്. അതല്ല വെച്ചാൽ ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് എങ്ങനെയാണ് ഇത് എഫക്റ്റ് ചെയ്യാന്ന് ആ ചോയ്സ് നിങ്ങൾ എടുക്കണു. Queen of Wands കുറേ കോൺഫിഡൻസിൻ്റെ എനർജിയാണ്. Queen of Wands ഏരീസ് എനർജിയാണ്, പൈസീസ് എനർജിയാണ്. ഹൈറോഫാന്റ് ഉണ്ട്. നിങ്ങളുടെ ഇടയ്ക്ക് ചിലവർ ഓൾറെഡി മാരിഡ് ആണ്, അപ്പോഴാണ് ഈ പാസ്റ്റ് പേഴ്സൺ തിരിച്ചു വരണേ. ആൻഡ് ഈ പേഴ്സൺ ഞാൻ കാണുന്നത് അവരുടെ എനർജി കുറേ ഒരു കോൺഫിഡൻറ്റ് പേഴ്സൺ ആണ്. പറഞ്ഞാൽ അവർക്കൊന്നും ഒരു പ്രശ്നമില്ലാത്ത മാതിരി ഒരു എനർജി. പറഞ്ഞാൽ മുമ്പത്തെ കാര്യങ്ങളെല്ലാം ഉണ്ടായിട്ടും അവർ തിരിച്ചു വന്നു. പക്ഷെ പ്രോബ്ലം നിങ്ങൾക്കാണ്. എന്താ വെച്ചാൽ നിങ്ങളാണ് കൺഫ്യൂസ്ഡ്. അപ്പോൾ Queen of Pentacles, അപ്പോൾ 2 ആൾക്കാരുണ്ട് ഇവിടെ. ഒരു ഫയർ സൈൻ, ഏരീസ്, ലിയോ, സാജിറ്റേറിയസ്. ഇവിടെ ഒരു ടോറസ്, വെർഗോ, കാപ്രിക്കോൺ ഉണ്ട്. നിങ്ങളുടെ ഏറ്റവും വലിയ ചാലഞ്ച് എന്താണ്? ഫെബ്രുവരി മാസത്തിൻ്റെ ചാലഞ്ച് 5 of Pentacles. ഒരു ലോസിൻ്റെ എനർജി, ഒരു ഡിസപ്പോയിൻമെൻറ്റിൻ്റെ എനർജി, ഒരു പേടി. അത് ഈ പേഴ്സൺ ആദ്യം എന്നെ വിട്ടു പോവോ. ഇപ്പോൾ 2 ആൾക്കാരുണ്ട് വെച്ചാൽ ഞാൻ ഇങ്ങനെ ഒരു തീരുമാനം എടുത്താൽ അത് ശരിയാവോ, എനിക്കൊരു നഷ്ടമാവോ. എന്താ വെച്ചാൽ നിങ്ങളുടെ ലൈഫിൽ ഓൾറെഡി ഒരു പേഴ്സൺ ഉണ്ട്. എംപറർ എനർജി. അപ്പോൾ കുറേ കൺഫ്യൂസിങ് എനർജിയാണ്. ഇവിടെ ഒരു ഏരീസ് എനർജി കാണാണ്ട് കുറേ ഒരു നെഗറ്റീവ് എനർജീസും ഉണ്ട്. അപ്പോൾ ഈ പേഴ്സൻ്റെ കൂടെ നിങ്ങളുടെ ഹിസ്റ്ററി ഞാൻ പറഞ്ഞ മാതിരി ഒരു നല്ല പാസ്റ്റ് ആയിരുന്നില്ല. പറഞ്ഞാൽ ഇവരുടെ കൂടെ കുറേ വഴക്കുള്ള സമയമായിരുന്നു. നിങ്ങളുടെ ഇടയ്ക്ക് ചിലവർക്ക് ഇതൊരു ലവർ അല്ല, ഇതൊരു ഫാമിലി മെമ്പറും ആവാം. ഒരു ഫാദർ ഫിഗർ ഇല്ലച്ച ഒരു എൽഡർലി പേഴ്സൺ, അങ്ങനത്തെ ഒരു പേഴ്സൺ ആവാം, ഫാമിലിത്തെ ഒരു പേഴ്സൺ. അതുകൊണ്ട് അവരുടെ കൂടെ കുറേ ഇഷ്യൂസ് ഉണ്ടായിരുന്നു. എങ്ങനെയൊക്കെയോ നിങ്ങൾ ഒരു എന്താ പറയുക ഒരു സേഫ് ഡിസ്റ്റൻസ് വെച്ചിട്ടായിരുന്നു ഇപ്പോൾ ഇതുവരെ മൂവ് ഓൺ ചെയ്യുന്നുണ്ടായിരുന്നേ. പക്ഷേ ഇപ്പോൾ ആദ്യം ആ പേഴ്സൺ തിരിച്ചു വന്നു. ആദ്യം ചില വഴക്കിൻ്റെ എനർജി ഇവിടെ കാണാണ്ട്. അപ്പോൾ എന്താണ് ഇവിടെ അഡ്വൈസ് നിങ്ങൾക്ക് വേണ്ടിയിട്ട്? ഇവിടെ അഡ്വൈസ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് എന്താ വെച്ചാൽ ജഡ്ജ്മെൻറ്റ്, ഒരു ഡിസിഷൻ എടുക്കാനാണ് യൂണിവേഴ്സ് പറയണേ. ഒരു പുതിയ ബിഗിനിങ് ഉണ്ട് ഇവിടെ. പാസ്റ്റിൻ്റെ ബാഗേജ് അതിനെ ലെറ്റ് ഗോ ചെയ്യാനാണ് യൂണിവേഴ്സ് പറയണേ. കിങ് ഓഫ് കപ്സ്, ഇമോഷണലി ഒരു ബാലൻസ് വെക്കാനാണ് യൂണിവേഴ്സ് പറയണത്. എന്താ വെച്ചാൽ ഇമോഷണലി നിങ്ങൾക്കൊരു ബാലൻസ് വെച്ചാൽ നിങ്ങൾക്കൊരു ശരിയായ ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റും. ഈ സമയത്ത് നിങ്ങൾ കുറേ ഇമോഷണൽ ആയിരിക്കാം, അതല്ല വെച്ചാൽ കുറേ ഡിറ്റാച്ച്ഡ് ആവാം. ഓക്കെ, പക്ഷേ യൂണിവേഴ്സ് പറയണത് കുറച്ചൊരു ഇമോഷണൽ ബാലൻസ് വെച്ചാൽ നിങ്ങൾക്കൊരു ബാലൻസ്ഡ് ഡിസിഷൻ എടുക്കാൻ പറ്റും. ഹിഡൻ ഫാക്ടർ, സർപ്രൈസ് ഫാക്ടറിൽ ഞാൻ കാണുന്നത് 4 of Wands ആണ്. ആദ്യം ഒരു റിലേഷൻഷിപ്പ്, ഒരു ഹാപ്പി ന്യൂസ്, ഒരു റീകൺസിലിയേഷൻ്റെ എനർജി ഇവിടെ കാണാണ്ട്. നൈറ്റ് ഓഫ് പെൻറ്റക്കിൾസ്, കുറേ സ്ലോ മൂവിങ് എനർജിയാണ് നൈറ്റ് ഓഫ് പെൻറ്റക്കിൾസ്. പക്ഷേ കുറേ ബാലൻസ് വരണ എനർജിയാണ് ഇത്. 2 of Swords, ആദ്യം ആ ഇൻഡിസിസീവ് എനർജി. ഓക്കെ, ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റാത്ത ഒരു സ്ഥിതി. ഔട്ട്കം, നിങ്ങളുടെ ഔട്ട്കം എന്താ വെച്ചാൽ 6 of Swords. നിങ്ങൾ പോണത് ഒരു സ്റ്റെബിലിറ്റിയിലേക്കാണ്. ഇപ്പോൾ നിങ്ങൾ ഫീൽ ചെയ്യണത് കുറേ ഒരു കൺഫ്യൂഷനാണ്. മനസ്സിൽ ഒരു സ്റ്റേബിലിറ്റി ഇല്ല, ഒരു പീസ്ഫുൾ എനർജി അല്ല. പക്ഷേ നിങ്ങൾ ഒരു സ്റ്റേബിൾ എനർജിയിലേക്ക് പോവും.
ഇവിടെ ഒരു ടോറസ് വെർഗോ കാപ്രിക്കോൺ ആദ്യം കാണാണ്ട് ആൻഡ് ചില ക്ലാഷ് കോൺഫ്ലിക്റ്റ് തേർഡ് പാർട്ടി ഇവിടെ ഉണ്ട്. ഓക്കെ, അപ്പോൾ എന്താണ് നിങ്ങളുടെ ഒറക്കിൾ മെസ്സേജ്? ഒറക്കിൾ മെസ്സേജ് പറയണത് നത്തിങ് വിൽ കം ഔട്ട് ഓഫ് ദിസ് സിറ്റുവേഷൻ. ഓക്കെ, അപ്പോൾ ഇതൊരു വെരി ക്ലിയർ മെസ്സേജ് ആണ്. അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് റീഡിങ് സാജിറ്റേറിയസ്. ഇത് റെസൊനേറ്റ് ചെയ്തു വെച്ചാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പേഴ്സണൽ റീഡിംഗ് വേണം വെച്ചാൽ എന്നെ കോൺടാക്ട് ചെയ്യുക. പേഴ്സണൽ റീഡിങ്സ് പെയ്ഡ് റീഡിങ്സ് ആണ്. നിങ്ങൾ എന്നെ കോൺടാക്ട് ചെയ്യുമ്പോൾ ഞാൻ പേയ്മെൻറ്റ് ഡീറ്റെയിൽസും അയച്ചു തരും. ഞാൻ തിരിച്ചു വരും വേറൊരു റീഡിംഗ് കൊണ്ടുവന്നാൽ. അതുവരെ ടേക്ക് കെയർ.